ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമുക്ക് കലാത്തിയുടെ കോംബോ ചെയ്യാം. കാരണം ഇനിയിപ്പോൾ മഴ വരുമല്ലേ, അപ്പോൾ ധാരാളം കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നന്നായിട്ട് പൊട്ടിപ്പൊളിച്ച് നന്നായിട്ട് വളരുന്ന സമയമാണ്. മഴത്ത് നന്നായിട്ട് കലാത്തിയ ഏറ്റവും നന്നായിട്ടുള്ള കാലാവസ്ഥ മഴക്കാലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കലാത്തിയുടെ കോംബോയാണ് കേട്ടോ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് മൊത്തത്തിൽ 6 വെറൈറ്റിയാണ് കലാത്തിയ വന്നിരിക്കുന്നത്. അത് 2 കോംബോ വീതമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് കലാത്തിയുടെ കോംബോ തന്നെ കാണാം അല്ലേ. ആദ്യത്തെ കലാത്തിയ കോംബോ എന്ന് പറഞ്ഞത് കലാത്തിയ ഇതാണ് റാറ്റിൽ സ്നേക്ക് ഫുൾ പോട്ട് വന്നേക്കുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ വരുന്നത്. ബാക്ക് വാച്ച് ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കലാത്തിയുടെ ഫുൾ പോട്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇത് മക്കിയോനാണ്. മക്കിയോന നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മക്കിയോനയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാറുണ്ടല്ലോ. ഇങ്ങനെ അതിൻ്റെ അടിഭാഗത്തിൻ്റെ ഇലക്ക് കാണാനും നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഓർണാറ്റയാണ്. ഓർണാറ്റ നമുക്ക് അധികം വരാറില്ല. ഇങ്ങനെയാണ് കേട്ടോ വരാറുള്ളത്. ഓർണാറ്റയ്ക്ക് മറ്റുള്ള പ്ലാന്റ്സുകളെ അപേക്ഷിച്ച് ഓർണാറ്റയ്ക്ക് കുറച്ച് വളർച്ച കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ കെയറിങ്, കുറച്ചും കൂടെ തണുപ്പൊക്കെ ആവശ്യമുള്ള പ്ലാന്റ് തന്നെ. അപ്പം നമ്മുടെ വീടുകളിൽ വെക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടടിക്കാത്ത രീതിയിൽ നമ്മൾ വെക്കണം കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ചെടികളുടെ ഉള്ളിൽ കയറ്റിയൊക്കെ വെക്കാം. പിന്നെ ഇങ്ങനെ വെയിലിൻ്റെ ഇങ്ങനെ ഇതൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ചെറിയൊരു കരിച്ചിലൊക്കെ പെട്ടെന്ന് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ, ഓർണാറ്റ. ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാന്റുകളാണ്. നല്ല ഭംഗിയെ കാണാൻ കേട്ടോ. ഇങ്ങനെ അടിഭാഗം ഇങ്ങനെയായിരിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് ആണേ. ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് അറിയാലോ. ഗ്രീൻ ലിപ്സ്റ്റിക് എപ്പോഴും ഇങ്ങനെ പച്ച കളറായിരിക്കും. അടിഭാഗവും പച്ച തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അടിഭാഗവും പച്ച തന്നെ ആയിരിക്കും. എങ്ങനെയായിരിക്കും. ഇങ്ങനെ 4 പ്ലാന്റുകളാണ് നമുക്കുള്ളത്. ഈ ഒരു കോംബോയിൽ 4 പ്ലാന്റുകളാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. 1200 റേറ്റ് വരുന്നത്. 1200 പ്ലസ് കൊറിയറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് കലാത്തിയൊക്കെ തിരിച്ച് നടണമെങ്കിൽ അങ്ങനെ നടാം. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും വേഗത്തിൽ തന്നെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ്. ഏത് വെറൈറ്റി വരുന്നത് എനിക്ക് ഇലുസ്ട്രീസ്, പേര് മറന്നുപോയി. ഇലുസ്ട്രീസ് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അടിഭാഗം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു പർപ്പിൾ ഷെയ്ഡായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. 3 ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ ഈ പ്ലാന്റ് ഇതിലിരിക്കുന്നത്. ഇതിപ്പോൾ 3 വലുതും ഒരു കുഞ്ഞതുമായിട്ടാണ് വരുന്നത്. അപ്പം 3 എണ്ണം മിനിമം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിൽ 4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചിലതിലൊക്കെ 4 എണ്ണമൊക്കെ ആയിരുന്നു. പിന്നെ വരുന്നത് ഇതാണ് നമ്മളുടെ കോമ്പാക്ട് സ്റ്റാർ കേട്ടോ. ഇങ്ങനെ വരുന്ന പ്ലാന്റുകൾ ഫുൾ പോട്ടാണ് വരുന്നത് കേട്ടോ. ഇത് മഴക്കാലത്ത് ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതാണ്. ഇത് നമ്മുടെ മക്കിയോനെയും റാറ്റ് സ്നേക്കൊക്കെ ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് 2 കോമ്പോന്. ഇതിന് രണ്ടിനും കൂടെ 600 രൂപയാണ് കേട്ടോ. 600 റുപ്പീസാണ് വരുന്നത് പ്ലസ് കൊറിയർ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ മെസ്സേജ് ചെയ്തോളൂ. ഇനി 6 ഒരുമിച്ചെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനെ എടുത്തോളൂ. ഓരോന്നൊക്കെ ആയിട്ട് എടുക്കുന്നുള്ളവർ അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഓരോന്നെന്ന് പറഞ്ഞാൽ ഓരോ കോംബോ ആയിട്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്തോളൂ. ഇനി നമുക്കുണ്ടല്ലോ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇൻഡോറിൽ ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്നത് ഇങ്ങനത്തെ ആണ്. നമ്മളുടെ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയും. ഫൈക്കസ് വെറൈറ്റിയാണ് കേട്ടോ വരുന്നത്. ഫൈക്കസ് ലാൻഡ്ര എന്ന് പറയും. അത് നമ്മൾ മൊത്തത്തിൽ പറയുന്നത് ഫിഡിൽ ലീഫ് ഫിഗ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പും വരാറുണ്ട്. ഇതിപ്പോൾ മിനിയേച്ചർ അല്ല കേട്ടോ വരുന്നത്. ഇതിപ്പോൾ നല്ല ഭംഗിയാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഇതിപ്പോൾ ഈ പ്ലാന്റ് ഇറങ്ങിയപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അതെന്താ തേക്കിൻ്റെ ഇലയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തേക്കല്ല, അതിൻ്റെ ഒരു ഫാമിലി. ഇപ്പോൾ അത് തേക്കൊക്കെ വരുന്നത് ഒരു ഫൈക്കസ് വെറൈറ്റിയിലാണല്ലോ വരുന്നത്. നമ്മുടെ ആലൊക്കെ വരുന്നത് ഫൈക്കസ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റുകളാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഫൈക്കസ് ഫാമിലിയാണ്. അത് നമുക്ക് ഒരു 10 അടിയൊക്കെ വരെയൊക്കെ വളർന്നു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്തി വിടാം കേട്ടോ. പെട്ടെന്ന് തന്നെ വളർന്നു പോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ജനലിൻ്റെയൊക്കെ നല്ല വെളിച്ചമുള്ള ജനലിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയായിട്ട് വളർന്നു പോയിക്കോളൂ സാധനം. പിന്നെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. കട്ട് ചെയ്ത് ഇതൊക്കെ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ പുറത്ത് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ചെടിയൊക്കെ ഒന്ന് പുതിയ ഷൂട്ടുകളൊക്കെ വന്നതിന് ശേഷമാണ് അകത്ത് വയ്ക്കാൻ പോകുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ ഇൻഡോറിൻ്റെ രാജ്ഞി എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളുടെ
ആന്തൂറിയം ദാ ഇങ്ങനെ മിനിയേച്ചർ ടൈപ്പ് കേട്ടോ. ഈ ആന്തൂറിയം ഇപ്പോൾ വന്നേക്കുന്നതിൽ പൊക്കം കുറഞ്ഞതും കൂടിയതും ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി പൊക്കമൊന്നുമല്ല. ഇപ്പം ഇതൊരു സൈസ് ഞാൻ കാണിച്ചില്ല. ഇതിനേക്കാളും ഇച്ചിരി കൂടി പൊക്കം ഉള്ളതും ഇച്ചിരി കൂടി പൊക്കം കുറഞ്ഞതും ഉണ്ട്. അപ്പം ഞാൻ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ തന്നിട്ടാണ് കേട്ടോ ഓർഡർ എടുക്കുകയുള്ളൂ. അപ്പോൾ അതാ ഇത് കേട്ടോ, ഇങ്ങനെ രണ്ട് ഇതായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തോളൂ. 550 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 550 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇന്ന കോംബോ എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സ് ഇല്ലാത്തവർ, ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ വാങ്ങിക്കുന്നവരുടെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ അഡ്രസ്സ് ഉണ്ടാവും. വാങ്ങിക്കാത്തവരാണെങ്കിൽ പിന്നെ അത് അഡ്രസ്സും കൂടെ ഇട്ടോളൂ കേട്ടോ. പിന്നെ അഡ്രസ്സ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അഡ്രസ്സ് ഇടുമ്പോൾ മുമ്പിലൊക്കെ പ്ലാൻസുകൾ വാങ്ങിച്ചേക്കണവരതിനെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിൽ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, വേറെ ഫ്രണ്ട്സിനാണ് അയക്കണമെങ്കിൽ, അങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിനായിരുന്നു അയക്കേണ്ടത്. പക്ഷെ അഡ്രസ്സ് തന്നില്ല, ആ വ്യക്തിക്ക് തന്നെ അയച്ചു. അപ്പോൾ നമുക്കത് അറിയില്ലല്ലോ. അപ്പോൾ അത് അവർ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അഡ്രസ്സിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയണേ. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മളുടെ ഈ സുന്ദരിക്കുട്ടിയാണ്. ഇത് മധുകാമിനി, പിന്നെ എന്താ പറയുക, മധുകാമിനി എന്നാണ് മെയിനായിട്ടും പറയുന്നത്. അയ്യോ, വേറൊരു പേരും കൂടെ പറയുമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഇത് മരമുല്ല ഡ്വാർഫ് അങ്ങനെ പറയൂ കേട്ടോ. മുല്ല വെറൈറ്റി തന്നെയാണ്. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഇന്ന് വന്നപ്പോൾ തന്നെ ഭയങ്കര മണം. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ, വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മണം. ഇതെന്താ മണം എന്ന് പെട്ടെന്ന് ഞാൻ ഓർത്താ ഇത് പൂത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ വലിയ പ്ലാന്റുകളായിരുന്നു. ഇത് കുറച്ചും കൂടെ കുള്ളൻ ടൈപ്പായിട്ട്, വെറൈറ്റിയിൽ വ്യത്യാസമില്ല. പക്ഷേ ഇത് കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ ഈ പ്രാവശ്യം. പക്ഷേ പൂവിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ചൂടോ ചെറിയൊരു ഇതൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും, കാലാവസ്ഥയുടെ വ്യത്യാസം വരുമ്പോഴും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇന്ന് വെച്ച സ്ഥലത്ത് മുഴുവനും മുട്ടുകൾ കിടക്കുക, നിറച്ച് മുട്ടുകൾ കിടക്കുക. അപ്പോൾ മുട്ടുകൾ കൊഴിഞ്ഞു പോകും കേട്ടോ ഈ ചൂടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ. വണ്ടിയിലൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും പൂവിൽ. അപ്പോൾ ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി, പൂവ് ഉള്ളത് നോക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ചിലതിൽ പൂ ഒന്നും തന്നെ ഇല്ലാത്തതുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പൂവൊക്കെ പിടിച്ചോളൂ കേട്ടോ, നന്നായിട്ട് പൂ പിടിച്ചോളൂ. ഇനി ഇങ്ങനെ ഉള്ള പ്ലാന്റ്സുകൾക്ക് പൂ പിടിക്കാനായിട്ട് DAP കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മണ്ണിൽ DAP ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആക്കാം കേട്ടോ. നമ്മുടെ ഇതിൽ കാറ്റലോഗിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടെങ്കിൽ 4-5 തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊരു നമ്മുടെ ചെറുപയർ മണി പോലത്തെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിക്കവാറും കയ്യിലൊക്കെ ഉണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഇപ്പോഴല്ല കേട്ടോ, ഈ ആഴ്ച ഇല്ല, പിന്നത്തെ ആഴ്ചത്തിലേക്കൊക്കെ നോക്കാമേ. പിന്നെ ഇത് നമ്മുടെ പേര് മറന്നു. നമ്മളുടെ ഒരു ആസ്പരാഗസ് വെറൈറ്റി പോലത്തെയുള്ള വെറൈറ്റിയാണ്. പേര് എനിക്ക് ഒട്ടും കിട്ടണില്ല. ഭയങ്കര കോൺഫിഡൻസോടുകൂടി വരുമ്പോഴാണ് കേട്ടോ ഈ പ്രശ്നം വരുന്നത്. സോറി, ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാമേ. നമ്മളുടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കിട്ടണില്ല. ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് കാറ്റലോഗിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിലെടുത്തോളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ആരോഗ്യിച്ച് പോവുകയാണ്. ഇത് നമ്മളുടെ ബാമ്പിനോ കേട്ടോ. ഇത് അലൊക്കേഷ്യ ബാമ്പിനോ ഫുൾ പോട്ട് വരുന്നത്. ഇതിലിപ്പോൾ 4-5 ഷൂട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു 4 ഷൂട്ടുകളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇനി നമ്മൾ ഇത് കാണിച്ചു പോകാം വേഗത്തിൽ തന്നെ. നമ്മളുടെ ഇത് സിങ്കോണിയം വെറൈറ്റി കേട്ടോ. ഇന്ന് ഫുള്ള് ബ്ലാങ്ക് ആയി പോകുന്നുണ്ട്, എന്താണാവോ. ഇങ്ങനെ സിങ്കോണിയം വെറൈറ്റി ഇത് ഉണ്ട്. ഇത് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കോപ്പർ കളറ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കോപ്പർ കളർ. പിന്നെ ഒരു ഇങ്ങനെയുള്ളൊരു വെറൈറ്റി, കുറച്ചും കൂടെ ഹൈറ്റ് വയ്ക്കുന്ന ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒറ്റ പ്ലാന്റുകളൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ 4 വെറൈറ്റി കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ. പിന്നെ നമ്മളുടെ ഇത് നമ്മുടെ പോത്തോസ് വെറൈറ്റി സിൽവർ പോത്തോസ് കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു പോട്ട് ഫുൾ പോട്ട് വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ എൻജോയ് പോത്തോസ് ഫുൾ പോട്ട് വന്നിരിക്കുന്നു. പിന്നെ നമ്മളുടെ സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ മിക്കാഡോ വലിയ പ്ലാന്റ് ഇങ്ങനെ ഒറ്റ പ്ലാന്റ് ആയിട്ട് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തോളൂ. മണ്ണിലാണ് വന്നിരിക്കുന്നത്. മണ്ണും കൊക്കോ ചിപ്സും കൂടെ ചേർന്നിട്ടാണ് വന്നേനെ. അപ്പോൾ നമ്മൾ കുറച്ച് കളഞ്ഞിട്ടാണ് വിടുള്ളൂ കേട്ടോ. പിന്നെ
പെപ്രോമിയ വെറൈറ്റി ഇതാ ഇത് കണ്ടോ അങ്കുലാത്ത തന്നെയാണ് കേട്ടോ ഇതാ ഇങ്ങനെ. പിന്നെ ഡിഷിഡിയ വെറൈറ്റി ഡിഷിഡിയ ഗ്രീൻ ഇതാ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഹോയ വെറൈറ്റി ഹോയ ബെല്ല ആൽബ മർജിനാറ്റ ഇതാ വെരിഗേറ്റഡ് വെറൈറ്റി താല്പര്യമുള്ളവർ അങ്ങനെ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് അല്ല അത് ഹൈബ്രിഡ് അല്ല ഹവോത്തിയ വെറൈറ്റി തന്നെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇങ്ങനെ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ മിക്കതും തന്നെ. ഇങ്ങനെ ഒരു മെയിൻ പ്ലാന്റും അതിൻ്റെ ഇങ്ങനെ ബേബി ആയിട്ടാണ് കേട്ടോ വരുന്നത്. ചിലതിൽ 3-4 പ്ലാന്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ പോട്ട് സൈഡാണ് കേട്ടോ വിടുള്ളൂ. പിന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു 10% ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ തരുന്നുണ്ട് കേട്ടോ. കാരണം പൂക്കളുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾ പൂക്കളോട് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഇത് വന്നിരിക്കുന്നത് ഇക്സോറ വന്നിരിക്കുന്നതിന് പൂക്കൾ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ അത് ഞാൻ ഡിസ്കൗണ്ട് റേറ്റിൽ തരുവാണ്. 10% ഡിസ്കൗണ്ടാണ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ കാറ്റലോഗിൽ 300 ആണ് വരുന്നത്. 300ൻ്റെ 10% ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് 2 കളറുകളാണ്. വന്നപ്പോൾ പൂവുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോയി. വൈറ്റും പിങ്കും പിങ്ക് അത് കാണുന്നുണ്ട്, വൈറ്റ് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. വൈറ്റും പിങ്കും ആയിട്ടുള്ള മിക്സഡ് കളറുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 10% ഡിസ്കൗണ്ട് ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട് ഉള്ളത് ഇതന്നെയാണ് നമ്മളുടെ പീസ് ലില്ലി. ഇതും പൂവുണ്ടായിരുന്നത് ഇത് കണ്ടോ, പൂവ് ഈ കളറിലേക്ക് പോയി. അപ്പോൾ ഈ കളറുള്ള പൂക്കൾ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനും 10% ഡിസ്കൗണ്ട്. വേറെ പ്ലാന്റിന് ഒന്നും ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ഇനി കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത്. പ്ലാന്റിന് കംപ്ലൈൻറ്റ് ഇല്ല, പക്ഷേ പൂവ് മാത്രം ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനും 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഫേൻ ഇതിനും 10% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 3ഉം കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ടും കൂടെ തന്നേക്കാമേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തില്ലെങ്കിൽ അതും കൂടെ ഓർമ്മിപ്പിച്ചിട്ട് ഇത് 3 പ്ലാന്റിന് മാത്രമാണ് കേട്ടോ 10% ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ റേറ്റ് ആയിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാനുള്ള പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴി നമ്മൾ പ്ലാന്റ്സിൽ അയക്കിയാൽ കേട്ടോ. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം. പിന്നെ ഈ ആഴ്ച തന്നെ എല്ലാ പ്ലാന്റ്സുകളും വിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതാത് ആഴ്ചയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി സ്വസ്ഥമായിട്ട് നമ്മളിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. വെള്ളി ശനിയൊക്കെ പിന്നെ നമ്മൾ ഒരു മാനസികമായിട്ട് അടുത്തതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ല ഭംഗിയാക്കി നമുക്ക് ഓർഡർ അതാത് ആഴ്ചയിൽ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതാത് ആഴ്ചയിൽ തന്നെ തിങ്കൾ തുടങ്ങി വ്യാഴം വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പ്ലാൻസ് അയച്ച് കഴിയും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.